ഡീമൺ സ്ലെയറിൽ മൊത്തം 14 ബ്രീത്തിങ് സ്റ്റൈൽസ് ആണുള്ളത്. ബട്ട് അതിൽ ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ ഫൈനൽ ഫോം ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ആ യൂസർ പെർമനന്റ്ലി ബ്ലൈൻഡ് ആയി പോകും. ആ ബ്രീത്തിങ് സ്റ്റൈൽ ഏതാണെന്ന് ഈ വീഡിയോന്റെ എൻഡിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ബാക്കി എല്ലാ ബ്രീത്തിങ് സ്റ്റൈൽസിന്റെയും ഫോംസും അതേപോലെ തന്നെ അതിന്റെ റാങ്കിങ്ങും, അതായത് വീക്കസ്റ്റ് സ്ട്രോങ്ങസ്റ്റ്, യൂസ് ചെയ്യുന്ന ദിസ് വീഡിയോ. ഡീമൺ സ്ലെയറിൽ മൊത്തം 14 ബ്രീത്തിങ് സ്റ്റൈൽസ് ആണുള്ളത്. ഇത് മൊത്തം 4 ലെവലിലാണുള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിൽ ആകെ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ഉള്ളൂ. ദ OG ഓഫ് ഓൾ ബ്രീത്തിങ് സ്റ്റൈൽ, സൺ ബ്രീത്തിങ്. സെൻഗോക്ക് എറയിൽ ഈ സൺ ബ്രീത്തിങ് കുറെ പേര് പഠിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർക്കൊന്നും ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, ഇതിനെ കുറെ മോഡിഫിക്കേഷൻ ചെയ്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ കുറെ ബ്രീത്തിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. ഈ ബ്രീത്തിങ് സ്റ്റൈൽസ് ആണ് സെക്കൻഡ് ജനറേഷനിലുള്ളത്. ഇതിൽ വാട്ടർ ബ്രീത്തിങ്, ഫ്ലെയിം ബ്രീത്തിങ്, സ്റ്റോൺ ബ്രീത്തിങ്, വിൻഡ് ബ്രീത്തിങ്, ടണ്ടർ ബ്രീത്തിങ് ആൻഡ് മൂൺ ബ്രീത്തിങ്, ഇങ്ങനെ 6 ബ്രീത്തിങ് സ്റ്റൈൽസ് ആണുള്ളത്. ഈ സെക്കൻഡ് ജനറേഷനിലുള്ള ബ്രീത്തിങ് സ്റ്റൈൽസിന്റെ വേരിയൻസ് ആണ് തേർഡ് ജനറേഷനിലുള്ളത്. ലൈക്ക് വാട്ടർ ബ്രീത്തിങ്ങിന്റെ വേരിയൻസ് ആണ് ഫ്ലവർ ബ്രീത്തിങ്ങും സെർപ്പൻ ബ്രീത്തിങ്ങും. അതുപോലെ തന്നെ ഫ്ലെയിം ബ്രീത്തിങ്ങിന്റെ വേരിയന്റ് ആണ് ലവ് ബ്രീത്തിങ്. അതുപോലെ തന്നെ ടണ്ടർ ബ്രീത്തിങ്ങിന്റെ വേരിയന്റ് ആണ് സൗണ്ട് ബ്രീത്തിങ്. അതുപോലെ തന്നെ വിൻഡ് ബ്രീത്തിങ്ങിന്റെ വേരിയന്റ് ആണ് മിസ്റ്റ് ബ്രീത്തിങ്ങും ബീസ്റ്റ് ബ്രീത്തിങ്ങും. സ്റ്റോൺ ബ്രീത്തിങ്ങിനും മൂൺ ബ്രീത്തിങ്ങിനും വേരിയൻസ് ഒന്നുമില്ല. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ചില വേരിയൻസ് ഡയറക്ട്ലി ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്ന് ഡിറൈവ്ഡ് അല്ലെങ്കിൽ പോലും അതിന്റെ വേരിയന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ലൈക്ക് ബീസ്റ്റ് ബ്രീത്തിങ്. ബീസ്റ്റ് ബ്രീത്തിങ് ഇനോസ്കെ ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് കൺസിഡർ ആസ് എ വേരിയന്റ് ഓഫ് വിൻഡ് ബ്രീത്തിങ്. കാരണം ഡീമൺ സ്ലെയർ ഡാറ്റാ ബുക്കിൽ സെൽഫ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈൽ ആണെങ്കിൽ പോലും അതിന്റെ ക്ലോസസ്റ്റ് റിസംബിളിംഗ് ആൻസസ്റ്ററിന്റെ വേരിയന്റ് ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. ബീസ്റ്റ് ബ്രീത്തിങ്ങിന്റെ ഫൈറ്റിംഗ് ഫിലോസഫി വിൻഡ് ബ്രീത്തിങ്ങിനെ ക്ലോസിൽ റിസംബിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിൻഡ് ബ്രീത്തിങ്ങിന്റെ ഒരു വേരിയന്റ് ആയിട്ടാണ് ബീസ്റ്റ് ബ്രീത്തിങ്ങിനെ കണക്കാക്കുന്നത്. ഈ തേർഡ് ജനറേഷനിലുള്ള ബ്രീത്തിങ് സ്റ്റൈൽസിന്റെ വേരിയന്റ് ആണ് ഫോർത്ത് ജനറേഷനിലുള്ളത്. ആകെ ഒറ്റൊരു ബ്രീത്തിങ് സ്റ്റൈൽ ഫോർത്ത് ജനറേഷനിലുള്ളൂ. അത് നമ്മുടെ ഫ്ലവർ ബ്രീത്തിങ് സ്റ്റൈലിന്റെ വേരിയന്റ് ആയിട്ടുള്ള ഇൻസെറ്റ് ബ്രീത്തിങ് ആണ്. ഇപ്പൊ നമുക്ക് ബ്രീത്തിങ് സ്റ്റൈൽസിന്റെ ഒക്കെ ഏകദേശം ഓവർവ്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതാണെന്നും ഏറ്റവും വീക്കസ്റ്റ് ഏതാണെന്നും അതേപോലെ ഇതിന്റെ റാങ്കിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഏതെങ്കിലും ബ്രീത്തിങ് സ്റ്റൈൽ വീക്ക് ആണെങ്കിൽ അതിനർത്ഥം അത് യൂസ് ചെയ്യുന്ന യൂസർ വീക്ക് ആണെന്ന് ഒരിക്കലും അല്ല. കാരണം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പല ഡീമൺ സ്ലേയേഴ്സും യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് സ്റ്റൈൽ കമ്പാരിറ്റീവ്ലി വീക്കാണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് 14th റാങ്കിലുള്ളത് ഫോർത്ത് ലെവലിലുള്ള ഇൻസെറ്റ് ബ്രീത്തിങ് ആണ്. എസ് ഐ ടോൾഡ് യു, ഈ ബ്രീത്തിങ് സ്റ്റൈൽ ഫ്ലവർ ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്ന് ഡിറൈവ്ഡ് ആണ്. ടോട്ടലി 4 ഫോംസ് ഉള്ള ഈ ബ്രീത്തിങ് സ്റ്റൈൽ ഷിനോബു മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഷിനോബു ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഷിനോബു ആക്ച്വലി ശരിക്കും ഫിസിക്കലി വീക്കാണ്. അവൾക്കൊരു സ്ട്രോങ് ഡീമനെ ബിഹേവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല. ഈ വീക്ക്നെസ് കോമ്പൻസേറ്റ് ചെയ്യാനാണ് അവൾ ഈ ബ്രീത്തിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തത്. ഇൻസെറ്റ് ബ്രീത്തിങ്ങിന്റെ ഏറ്റവും വലിയ യൂണിക്നെസ്, ബാക്കി എല്ലാ ബ്രീത്തിങ് സ്റ്റൈലും സ്ലാഷ് മൂവ്മെന്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇൻസെറ്റ് ബ്രീത്തിങ് സ്റ്റാബ് മൂവ്മെന്റ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ ബ്രീത്തിങ് സ്റ്റൈലിൽ ഡീമൻസിനെ വെട്ടിയല്ല കൊല്ലുന്നത്, കുത്തിയ കൊല്ലുന്നത്. റീജനറേഷൻ ഒക്കെ ഉള്ള ഡീമൻസിനെ എന്തായാലും കുത്തി കൊല്ലാൻ പറ്റത്തില്ല. സോ ഷിനോബ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ വട്ടം സ്റ്റാബ് ചെയ്യുമ്പോഴും വിസ്റ്റീരിയ പോയിസന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചർ ഈ ഡീമനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ പോയിസൺ വെച്ചിട്ടാണ് ഷിനോബ് ഒരു ഡീമനെ ശരിക്കും കൊല്ലുന്നത്. ഷിനോബിന്റെ സോഡ് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും, ഈ പോയിസൺ ഇഞ്ചെക്ട് ചെയ്യാൻ ഒരു സ്പെഷ്യൽ നീഡിൽ പോലെയാണ് അവളുടെ സോഡ്. ശരിക്കും അത് ഇൻസെക്ട്സിന്റെ ഒക്കെ സ്റ്റിംഗേഴ്സ് പോലെ ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് ഇൻസെക്ട് ബ്രീത്തിങ് ആയത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണും ഈ ബ്രീത്തിങ് സ്റ്റൈൽ ഏറ്റവും വീക്കസ്റ്റ് ആവാൻ കാരണം എന്താണ്. യെസ്, പോയിസനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ പോയിസൺ വർക്ക് ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ മൂഞ്ചും. നോർമൽ ഡീമൻസ് ഒക്കെ ഓക്കെ, എന്തിന് ലോവർ മൂൺസും ഓക്കെ. ഹൈലി പോയിസൺ ടോളറന്റ് ആയിട്ടുള്ള അപ്പർ മൂൺസിനൊക്കെ ഈ പോയിസൺസ് വർക്ക് ചെയ്യത്തില്ല. ഡോമ വേഴ്സസ് ഷിനോബ് ഫൈറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവളുടെ പോയിസൺ ഒന്നും കംപ്ലീറ്റ്ലി ഡോമയ്ക്ക് എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ പോയിസൺ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഈ എൻറ്റയർ ബ്രീത്തിങ് സ്റ്റൈൽ കാര്യമില്ലാതെ പോകും. അതുകൊണ്ട് ദിസ് ഈസ് വൺ ഓഫ് ദ വീക്കസ്റ്റ് ബ്രീത്തിങ് സ്റ്റൈൽ ഇൻ ദിസ് ലിസ്റ്റ്. നെക്സ്റ്റ് റാങ്കിലുള്ളത് ഊസി ടെൻഗൻ യൂസ് ചെയ്യുന്ന സൗണ്ട് ബ്രീത്തിങ് ആണ്. ഇനി തെറി പറയുന്നതിന് മുന്നേ ഹിയർ മി ഔട്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ബ്രീത്തിങ് സ്റ്റൈൽ ഈസ് വീക്ക് ഈസ് നോട്ട് ഈക്വൽ ടു യൂസർ ഈസ് വീക്ക്. ഐ എഗ്രി, യൂസർ ഈസ് റിയലി സ്ട്രോങ്. സോ ഇതിനാരും തെറി പറയരുത്. ബട്ട് സൗണ്ട് ബ്രീത്തിങ് മാത്രം എടുത്താൽ അതിന് ഒരുപാട് ഫ്ലോസ് ഉണ്ട്. സൗണ്ട് ബ്രീത്തിങ് ടണ്ടർ ബ്രീത്തിങ്ങിന്റെ ഒരു വേരിയന്റ് ആണ്. ഇതിന് മൊത്തം 5 ഫോംസ് ആണ് ഉള്ളത്. ഇത് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്ത് തന്നെയാണ്. ഇതിന്റെ കോർ ഫണ്ടമെന്റൽ എന്താണെന്ന് വെച്ചാൽ, എനിമിയുടെ അറ്റാക്ക് മൂവ്മെന്റ്സും എല്ലാം മ്യൂസിക്കിലെ ബീറ്റ്സും സ്കോർസുമായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു റിതം പ്രഡിക്റ്റ് ചെയ്യും. ഈ റിതം വെച്ചിട്ട് ഒരു മ്യൂസിക്കൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പ്രഡിക്റ്റഡ് റിതം വെച്ചിട്ടായിരിക്കും യൂസി കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്. ഈ മ്യൂസിക്കൽ ഷീറ്റ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ എൻറ്റയർ ബാക്ക്ഗ്രൗണ്ട് യൂസിയുടെ ഉള്ളം കയ്യിലായിരിക്കും ശരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും സൗണ്ട് ബ്രീത്തിങ് ഒരു OP ബ്രീത്തിങ് സ്റ്റൈലാണ്. ബട്ട് മ്യൂസിക്കൽ ഷീറ്റ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ അവിടെയാണ് പ്രോബ്ലം. ഇത് പ്രിപ്പയർ ആവാൻ ടൈം എടുക്കും. എസ്പെഷ്യലി ഒരു ഫാസ്റ്റ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ എനിമി ആണെങ്കിൽ ഇത് ശരിക്കും ടൈം എടുക്കും. യൂസി ആൻഡ് ഗിറ്റാറുടെ ഫൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ മ്യൂസിക്കൽ ഷീറ്റ് പ്രിപ്പയർ ആവുമ്പോഴേക്കും യൂസി ഈസ് പോയിസൺ, അതുപോലെ തന്നെ അവൻ്റെ ഒരു കൈയും പോകും. സോ ഈ പ്രിപ്പറേഷൻ ടൈമാണ് സൗണ്ട് ബ്രീത്തിങ്ങിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ആക്ച്വലി യൂസി ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും പെട്ടെന്ന് ഇത് പ്രിപ്പയർ ആവുന്നത്. കാരണം അവരൊരു ഷിനോബിയാണ്.
ഷിനോബി ആയതുകൊണ്ട് തന്നെ അവന്റെ ബാറ്റിൽ സെൻസസും അനാലിസിസും ടോപ്പ് നോച്ച് ആണ്. യൂസിയെ പോലത്തെ ഒരാളല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ട്രെമൻഡസ് ടൈം. സോ അങ്ങനെ ഈ സൗണ്ട് ബ്രീതിങ് സ്റ്റൈൽ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഫ്ലോസ്. അതുകൊണ്ടാണ് ഇത് 13th റാങ്കിലുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ 12th റാങ്കിലുള്ളത് ലോഡ് ഇനോസ്കെ യൂസ് ചെയ്യുന്ന ബീസ്റ്റ് ബ്രീത്തിങ് ആണ്. ഇത് ഇനോസ്കെ ഒരു ഫോർമൽ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. ആൻഡ് ഇത് വിൻഡ് ബ്രീത്തിങ്ങിന്റെ ഒരു വേരിയന്റ് ആണ്. ഇതിൽ മൊത്തം 11 ഫോംസ് ആണുള്ളത്. 11th ഫോം ഇനോസ്കെ ഡോമായിട്ടുള്ള ഫൈറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനോസ്കെ ഈ ഫോംസിനൊക്കെ ഫാങ്സ് എന്നാണ് പറയുക. ബീസ്റ്റ് ബ്രീത്തിങ്ങിന്റെ കോർ ഫണ്ടമെന്റൽ അനിമൽ ലൈക്ക് സെൻസ് ഓഫ് ടച്ച് ആണ്. ടച്ചിലൂടെ എയറിലുള്ള ഓരോ ടൈനി മൂവ്മെന്റ്സും സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അറ്റാക്കിങ് ആൻഡ് ഇവേഡിങ് നടത്തുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ സോളിഡ് ബ്രീത്തിങ് സ്റ്റൈൽ. പക്ഷേ ഇനോസ്കെ ഇതൊരു ഫൗണ്ടേഷനും ഇല്ലാതെ ഒരു സ്ട്രക്ചറും ഒരു ഡിസിപ്ലിനും ഇല്ലാതെ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ലാക്സ് റിഫൈൻമെന്റ്. ആ ലാക്ക് ഓഫ് റിഫൈൻമെന്റ് ഈ സ്റ്റൈലിന് ഒരുപാട് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇനോസ്കയുടെ ഇൻക്രെഡിബിൾ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഷാർപ്പ് സെൻസസ് വെച്ച് ഒരുപാട് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ബ്രീത്തിങ് സ്റ്റൈൽ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റിൽ ന്യൂ ആൻഡ് ഇറ്റ് ലാക്സ് എ ലോട്ട് ഓഫ് റിഫൈൻമെന്റ്. ഡീമൺ സ്ലെയർ എൻ്റെ അവധ ഇനോസ്കയ്ക്ക് ഇത് റിഫൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം കിട്ടിയിരുന്നെങ്കിൽ മേ ബി ബീസ്റ്റ് ബ്രീത്തിങ് ഈ ലിസ്റ്റിൽ ഒരുപാട് ടോപ്പിലായിരിക്കും ഉണ്ടാവുക. ബട്ട് ഫോർ നൗ ഇറ്റ്സ് ഇൻ 12th റാങ്ക്. അടുത്തത് 11th റാങ്കിലുള്ളത് മൊയ്സ്ചർ യൂസ് ചെയ്യുന്ന മിസ്റ്റ് ബ്രീത്തിങ് സ്റ്റൈലാണ്. ഇത് ടൈഷു എറൽ ക്രിയേറ്റ് ചെയ്തതല്ല. ഇതിന് എന്തായാലും ഫോർമർ ആഷറാസ് ഉണ്ടായി കാണും. കാരണം സെൻഗോക്കു എറൽ മൊയ്സ്ചറുടെ അതേപോലത്തെ ക്ലൗഡ് ഡീമൺ സ്ലെയർ മാർക്കുള്ള ഒരാളുണ്ട്. ബട്ട് ആ മാർക്ക് കൊണ്ട് മാത്രം ആ വ്യക്തി മിസ്റ്റ് ബ്രീത്തിങ് സ്റ്റൈലാണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഫോർമൽ ആഷറാസിന്റെ ഒന്നും പേര് പബ്ലിഷ്ഡ് ആയിട്ടില്ല. സോ നമുക്കിപ്പോൾ നോൺ യൂസർ ആയിട്ട് മൊയ്സ്ചർ മാത്രമേ ഉള്ളൂ. മിസ്റ്റ് ബ്രീത്തിങ്ങിന് മൊത്തം 7 ഫോംസ് ആണുള്ളത്. 7ാമത്തെ ഫോം മൊയ്സ്ചർ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ബ്രീത്തിങ് സ്റ്റൈലിലെ കോർ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഡിസെപ്ഷൻ, സ്റ്റെൽത്ത് ആൻഡ് ഒബ്സർവിറ്റി ആണ്. അതായത് എനിമിക്ക് ഈ അറ്റാക്ക് മനസ്സിലാവത്തില്ല. ഇത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ ഭയങ്കര പാടുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൊയ്സ്ചർ കുറെ ബാഗി ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ട്. ഇതൊക്കെ ഈ ഡിസെപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ബട്ട് ഈ ഡിസെപ്ഷൻ ഇൻസ്റ്റന്റേനിയസ് അല്ല, ഒരു ഗ്രാജുവൽ ഡിസെപ്ഷൻ ഫ്ലോ ആണിത്. ഈ ഒരു ഗ്രാജുവാലിറ്റി ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട് മൊയ്സ്ചർ കണ്ടുപിടിച്ച 7th ഫോമായ ഒബ്സർവ്ഡ് ക്ലൗഡ്. മറ്റൊന്നോട്ടത്തിൽ ഇതൊരു കിടു ബ്രീത്തിങ് സ്റ്റൈലാണ്. കാരണം നമ്മുടെ എനിമിക്ക് മനസ്സിലാവത്തില്ല നമ്മുടെ അറ്റാക്ക് എന്താണെന്ന്. പക്ഷേ ഒരു നല്ല വിഷ്വൽ പെർസെപ്ഷൻ ഉള്ള ഒരു എനിമി വരികയാണെങ്കിൽ ഈ ഡിസെപ്ഷൻസ് അങ്ങനെ വർക്കൗട്ട് ആവില്ല. ലൈക്ക് അപ്പർ മൂൺസ്. യെസ്, മൊയ്സ്ചർ അപ്പർ മൂൺ 5 ആയി ഗോക്കോനെ ഒറ്റയ്ക്ക് ബീറ്റ് ചെയ്തതാണ്. പക്ഷെ ആ ഫൈറ്റ് ശരിക്കും അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗ്യോക്കോ ഇസ് എ വേഴ്സ് മാച്ച് ഫോർ മൊയ്സ്ചർ. ഗ്യോക്കോ ഒരു ക്ലോസ് കോമ്പാറ്റ് ഫൈറ്റർ അല്ല. അപ്പോൾ അവന്റെ ഫാർ റേഞ്ച് അറ്റാക്സ് എല്ലാം ഇവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് കുക്ക്ഡ്. അതുപോലെ തന്നെ മൊയ്സ്ചർ ഈസ് റിയലി സ്ട്രോങ്. അവൻ ഏത് ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്താലും ഹി വിൽ ബി സ്ട്രോങ്. കമോൺ, അവൻ യുറീച്ചയുടെ ഡിസെൻഡന്റ് ആണ്. നറൂട്ടോയിൽ അഷിറാമയുടെ സെൽസ് ഉള്ള പോലെയാണ് ഡീമൺ സ്ലെയറിൽ യുറീച്ചയുടെ ജീൻസ് ഉള്ളത്. മൊയ്സ്ചറുടെ റിഫ്ലക്സും സ്പീഡൊക്കെ അൺനാച്ചുറൽ ആണ് ശരിക്കും. വെറും 2 മാസം കൊണ്ടാണ് മിസ്റ്റ് ബ്രീത്തിങ് സ്റ്റൈൽ അവൻ മാസ്റ്റർ ചെയ്തിട്ട് ഒരു അഷിറയത്. വെറും 2 മാസം കൊണ്ട്. സോ ഈസ് ഫ്രീക്കിംഗ് ടാലന്റഡ്. സോ മൊയ്സ്ചറുടെ ഫൈറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ അതിലൊരു പകുതി മുക്കാലും മൊയ്സ്ചർ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ദ ബ്രീത്തിങ് സ്റ്റൈൽ. മിസ്റ്റ് ബ്രീത്തിങ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് പവർഫുൾ. 10th റാങ്കിലുള്ളത് മിറ്റ്സൂരിയുടെ ലവ് ബ്രീത്തിങ്. മിറ്റ്സൂരി ആദ്യം റിംഗോക്കിന്റെ അണ്ടറിൽ ഫ്ലെയിം ബ്രീത്തിങ് ആണ് പഠിച്ചത്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്താണ് ലവ് ബ്രീത്തിങ്. ഇതിന് മൊത്തം 6 ഫോംസ് ആണുള്ളത്. ലവ് ബ്രീത്തിങ്ങിന്റെ കോർ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ ആക്രോബാറ്റിക് സ്ട്രോങ് അറ്റാക്സ് ആണ്. അതും മിഡ് ടു ലോങ് റേഞ്ച്. മിറ്റ്സൂരി യൂസ് ചെയ്യുന്ന ഒരു ലോങ് വിപ്പ് ലൈക്ക് സോഡാണ്. ആൻഡ് ഈ ലവ് ബ്രീത്തിങ് മിറ്റ്സൂരിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം മിറ്റ്സൂരിയുടെ മസിൽ ഡെൻസിറ്റി ഒരു നോർമൽ ഹ്യൂമനെക്കാട്ടും 8 ടൈംസ് കൂടുതലാണ്. നോർമലി മിറ്റ്സൂരി ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിനൊപ്പം ഈ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്തിന്റെ കൂടെ അവർക്ക് സൂപ്പർ ഹ്യൂമൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈ രണ്ടുമാണ് ലവ് ബ്രീത്തിങ്ങിന്റെ ബേസിക് നീഡ്സ്. ഈ ബ്രീത്തിങ് സ്റ്റൈൽ ആക്ച്വലി 10th റാങ്കിലുള്ളത് ഇത് വീക്ക് ആയതുകൊണ്ടല്ല, ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈലൊക്കെ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. എന്നിട്ട് നോക്കുകയാണെങ്കിൽ ഈ ബ്രീത്തിങ് സ്റ്റൈൽ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് മിറ്റ്സൂരിയുടെ ഈ യൂണിക് മസിൽ ഡെൻസിറ്റി കൊണ്ട്. സോ ഇറ്റ്സ് ഇൻ 10th റാങ്ക്. 9th റാങ്ക് ഒബോണായുടെ സെർപ്പൻ ബ്രീത്തിങ്. ഇത് ഒബോണായി വാട്ടർ ബ്രീത്തിങ്ങിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ്. കാരണം ഒബോണായി ഫിസിക്കലി വീക്കാണ്. ആൻഡ് അവന് ഒരു കണ്ണിൽ കാഴ്ചയും കുറവാണ്. ആൻഡ് അവനൊരു യുണീക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടി അവൻ അവൻ്റെതായിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്താണ് സെർപ്പൻ ബ്രീത്തിങ്. സെർപ്പൻ ബ്രീത്തിങ്ങിന്റെ കോർ ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ വാട്ടർ ബ്രീത്തിങ് പോലെ തന്നെ ട്വിസ്റ്റിംഗ് ആൻഡ് ഫ്ലൂയിഡിറ്റി ആണ്. ബട്ട് ഇവിടെ വാട്ടറിനേക്കാൾ കൂടുതൽ ഒരു സ്നേക്കിനെയാണ് മിമിക് ചെയ്യുന്നത്. ഒബോണയുടെ സോഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് വളഞ്ഞു പൊളഞ്ഞ ഒരു പാമ്പിനെ പോലത്തെ ഒരു സോഡാണ്. ഈ സോഡ് സ്നേക്ക് ലൈക്ക് മൂവ്മെന്റ്സിന് കൂടുതൽ മിമിക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈ ബ്രീത്തിങ് സ്റ്റൈലിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രീത്തിങ് സ്റ്റൈൽ ഹെവിലി പ്രിസിഷൻ ആൻഡ് ആംഗിൾ ഡിപ്പെൻഡന്റ് ആണ്. ഒരു റൈറ്റ് ആംഗിളിൽ റൈറ്റ് പ്രിസിഷനിൽ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഇതിന്റെ എഫക്റ്റീവ്നെസ് കൂടുന്നത്. സോ ഇഫ് ദ എനിമി ഈസ് ടു ഫാസ്റ്റ് ഓർ ടു ബിഗ് ഓർ ടു അൺപ്രഡിക്റ്റബിൾ ഇതിന്റെ എഫക്റ്റീവ്നെസ് കുറയും. ബട്ട് നമ്മൾ ഇതുവരെ കണ്ട ബ്രീത്തിങ് സ്റ്റൈൽ എല്ലാം വെച്ചപ്പോൾ ഇറ്റ് ഇസ് റിയലി സ്ട്രോങ്. സോ അതുകൊണ്ടാണ് ഇത് 9th റാങ്കിൽ. 8th റാങ്കിൽ വാട്ടർ ബ്രീത്തിങ്ങിന്റെ വേറൊരു വേരിയന്റ് ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈലാണ് ഫ്ലവർ ബ്രീത്തിങ്. കമ്പയർ ടു സെർപ്പൻ ബ്രീത്തിങ് ഇതിന്റെ വിഷൻ അഡ്വാൻറ്റേജ് ഒഫൻസ് ഡിഫൻസ് ബാലൻസിങ് ഇതിനെ മച്ച് സ്ട്രോങ്ങർ ആക്കും. അതുകൊണ്ടാണ് ഇത് 8th റാങ്കിലുള്ളത്. ഫ്ലവർ ബ്രീത്തിങ് യൂസ് ചെയ്യുന്ന നോൺ യൂസേഴ്സ് കാനെ ആൻഡ് കോനോ ആണ്. ടോട്ടലി 6 ഫോംസ് ആണുള്ളത്, പ്ലസ് ഒരു ഫൈനൽ ഫോമും. ഈ ഫൈനൽ ഫോം നോർമൽ കൗണ്ടിൽ കൂട്ടത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്ലവർ ബ്രീത്തിങ്ങിന്റെ കോർ ഫണ്ടമെന്റൽസ് പറഞ്ഞാൽ സ്പീഡും പ്രിസിഷനും എൻഹാൻസ്ഡ് വിഷൻ പെർസെപ്ഷനും ആണ്.
ഈ ബ്രീതിങ് സ്റ്റൈലിലെ ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജും ഇതിന്റെ ഫൈനൽ ഫോമാണ്. അതുകൊണ്ടാണ് ഈ ഫൈനൽ ഫോമിനെ നോർമൽ ഫോം കൗണ്ടിൽ കൂട്ടാത്തത്. കാരണം ഈ ഫൈനൽ ഫോം യൂസ് ചെയ്യുമ്പോൾ എനിമിയുടെ മൂവ്മെന്റ്സ് എല്ലാം അൾട്രാ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ലൈക്ക് സ്ലോ മോഷൻ. ഇത് നമുക്കൊരു ഫോർസൈറ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർ പെർമനന്റ്ലി ബ്ലൈൻഡ് ആയി പോകും. നമ്മുടെ കണ്ണെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അതിലേക്ക് ഒരുപാട് പ്രഷറൊക്കെ വന്ന് അതിന്റെ വെയിൻസ് എല്ലാം പൊട്ടിപ്പോകും. ഈ ഫൈനൽ ഫോമിൽ കണ്ണുകളിലേക്ക് ടൂ മച്ച് പ്രഷറും ടൂ മച്ച് ബ്ലഡ് ഫ്ലോയും കൊടുത്തിട്ടാണ് ഈ വിഷൻ പെർസെപ്ഷൻസിനെ ഹൈ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണുകളുടെ വെയിൻസ് എല്ലാം പൊട്ടിയിട്ട് ആ യൂസർ പെർമനന്റ്ലി ബ്ലൈൻഡ് ആയി പോകും. അതുകൊണ്ടാണ് ഈ ഫൈനൽ ഫോം ഈ ബ്രീതിങ് സ്റ്റൈലിലെ ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ 4th ലെവലും 3rd ലെവലിലും എല്ലാ ബ്രീതിങ് സ്റ്റൈലും റാങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ശരിക്കും നോക്കുകയാണെങ്കിൽ 2nd ലെവലുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഫസ്റ്റ് ലെവൽ സൺ ബ്രീത്തിങ് ആണ്. ഇറ്റ്സ് ഒബ്വിയസ്ലി ഇറ്റ്സ് ദ സ്ട്രോങ്ങസ്റ്റ്. ബട്ട് ഈ 2nd ലെവലുള്ള വാട്ടർ, ഫ്ലെയിം, തണ്ടർ, വിൻഡ്, സ്റ്റോൺ ആൻഡ് മൂൺ ബ്രീത്തിങ്, ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ഏറ്റവും വീക്കസ്റ്റ് ഏതാണെന്ന് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. സോ പാർട്ട് 2 ഈ ബാക്കിയുള്ള ബ്രീതിങ് സ്റ്റൈൽസിൽ ഏത് ബ്രീതിങ് സ്റ്റൈലാണ് ഏറ്റവും വീക്കസ്റ്റ് എന്നും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ളതിന്റെ റാങ്കിങ് എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ആൻഡ് ബിഫോർ യു ഗോ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതായിരിക്കും വീക്കസ്റ്റ്, ഏതായിരിക്കും സ്ട്രോങ്ങസ്റ്റ്, ആൻഡ് ഇതിന്റെ ഒരു റാങ്കിങ് ഓർഡർ എങ്ങനെയായിരിക്കും? വിൻഡ് ബ്രീത്തിങ് ആയിരിക്കും, സ്റ്റോൺ ബ്രീത്തിങ് ആയിരിക്കും, അതോ സെക്കൻഡ് റാങ്കിലുള്ളത് വാട്ടർ ബ്രീത്തിങ് ആയിരിക്കും? ഇതിന്റെ ഓർഡർ ഒക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഷെയർ ഇറ്റ് ഇൻ ദ കമന്റ്സ്. ആൻഡ് നമുക്കത് പാർട്ട് 2 നോക്കി നോക്കാം. സോ ടിൽ നെക്സ്റ്റ് ടൈം, സൈനാറ.